ആരാധകർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ വെറും ഒരു പേരല്ല, ഒരു വികാരം തന്നെയാണ്. ഇന്ന് ലോകം കണ്ട ഏറ്റവും നല്ല കളിക്കാരൻ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പോർച്ചുഗീസ് ഫുട്ബോൾ താരം, ഫുട്ബോൾ ചരിത്രത്തിൽ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കളിക്കാരനുമാണ് അദ്ദേഹം. ഫുട്ബോൾ പ്രേമികൾക്ക് മാത്രമല്ല, ഒരു സാധാരണക്കാരന് പോലും പഠിക്കാനും ചിന്തിക്കാനുമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിജയങ്ങളുടെ കഥയല്ല, അദ്ദേഹം കീഴടക്കിയ കിരീടങ്ങളെക്കുറിച്ചോ അടിച്ച ഗോളുകളുടെ എണ്ണമോ വെട്ടിപ്പിടിച്ച വിജയങ്ങളോ അല്ല പറയാൻ പോകുന്നത്. അതിലുപരി സ്വയം നല്ല മനുഷ്യനായി വാർത്തെടുത്ത വ്യക്തിത്വത്തെയാണ്. ഒരു മികച്ച നന്മയുള്ള മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കളിയോട് മാത്രമല്ല ആരാധന തോന്നേണ്ടത്, അദ്ദേഹത്തിൻ്റെ ജീവിതം അതിനേക്കാൾ പ്രചോദനമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വപ്നങ്ങൾ നേടിയെടുത്ത അതിജീവനത്തിൻ്റെ കഥയാണത്. ക്രിസ്ത്യാനോ റൊണാൾഡോ കടന്നുപോയ വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഈ കഥ ആരംഭിക്കുന്നത് പോർച്ചുഗലിലെ മദേര എന്ന ദ്വീപിലാണ്. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പിടിയിലകപ്പെട്ട ഒരു സാധാരണ കുടുംബം. മരിയ ഡോസ് സാന്റോസ് എന്ന സ്ത്രീയും അവരുടെ ഭർത്താവും 3 മക്കളും അടങ്ങുന്ന കുടുംബം. വളരെ വിഷമഘട്ടത്തിലൂടെയായിരുന്നു ആ കുടുംബം ഓരോ ദിവസവും കടന്നു പോകുന്നത്. അമ്മ ഒരു പാചകക്കാരിയും ഭർത്താവാകട്ടെ ഒരു തോട്ടക്കാരനുമാണ്. സ്നേഹസമ്പന്നനായ ഭർത്താവും അച്ഛനുമാണെങ്കിലും ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ കഠിനമായ ദാരിദ്ര്യമായിരുന്നു ആ കുടുംബം നേരിട്ടിരുന്നത്. അങ്ങനെ മുന്നോട്ടു പോകുമ്പോഴാണ് ആ സ്ത്രീ 4ാമതും താൻ അമ്മയാകാൻ പോകുന്നുണ്ടെന്ന സത്യം മനസ്സിലാക്കിയത്. ഈ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് മറ്റൊരു അതിഥി കൂടി വരാൻ പോകുന്നെന്ന സത്യം അവരെ മാനസികമായി തളർത്തി. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നേണ്ട നിമിഷമാണെങ്കിലും യാതനയാർന്ന ദുരിത ജീവിതത്തിൻ്റെ തീവ്രത അറിയുന്ന അമ്മയ്ക്ക് അതൊരു നിരാശയായിരുന്നു. ഒരു പക്ഷേ ആ അമ്മ അറിഞ്ഞിരുന്നില്ല തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം മാറിമറിയാൻ പോകുന്നത് ഈ കുരുന്നിലൂടെയാണെന്നത്. ഒരു കുഞ്ഞിനെ കൂടി വളർത്താനുള്ള സാഹചര്യം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ വേദനയോടുകൂടി തന്നെ തൻ്റെ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി പല വഴികളും തേടുകയും അവസാനം ഒരു ഡോക്ടറെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ തീരുമാനം മാറ്റുകയും കുഞ്ഞിന് ജന്മം നൽകാനും നിശ്ചയിച്ചു. പല പ്രതിസന്ധികളെയും മറികടന്ന് ആ കുഞ്ഞ് ജനിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേരിയോ എന്നായിരുന്നു അവൻ്റെ പേര്. അങ്ങനെ തെരുവോരങ്ങളിൽ പന്ത് തട്ടി ആ കുഞ്ഞു ബാലൻ വളർന്നു. അച്ഛനോട് വളരെ അടുപ്പമായിരുന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ കാൽപന്ത് കളിയുടെ ഭ്രമം വളർത്തിയത് അച്ഛൻ തന്നെയാണ്. ആ കുഞ്ഞിൽ അസാമാന്യ പ്രതിഭയുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു. 8 വയസ്സുള്ളപ്പോൾ തന്നെ നന്നായി ഫുട്ബോൾ കളിക്കാനും തൻ്റെ സ്വപ്നങ്ങൾ പിന്തുടരാനും താൻ ഇഷ്ടപ്പെടുന്ന കായികം കളിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. പഠനമോ വിശപ്പോ ദാഹമോ റൊണാൾഡോയ്ക്ക് വിഷയമായിരുന്നില്ല. എല്ലാ സമയവും കളിക്കളത്തിൽ മികവ് തെളിയിച്ചു കൊണ്ടേയിരുന്നു. സ്നേഹസമ്പന്നനായ അച്ഛനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മദ്യപാനം റൊണാൾഡോയെ വല്ലാതെ വിഷമിപ്പിച്ചു. പിന്നീട് ചേട്ടൻ ആ പാത തന്നെ പിന്തുടർന്നു. പക്ഷേ റൊണാൾഡോ തൻ്റെ മുഴുവൻ സമയവും കളിക്കളത്തിൽ ഉപയോഗിച്ചു. കാണാൻ മെലിഞ്ഞവനായത് കൊണ്ട് തന്നെ പല പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു. പക്ഷേ അതൊന്നും റൊണാൾഡോയെ തളർത്തിയില്ല. തൻ്റെ ശരീരം കരുത്തുറ്റതാക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു. പരിഹാസങ്ങൾക്കും അവഗണനകൾക്കുമുള്ള മറുപടി കാൽപന്തുകളിലൂടെ കൊടുത്തുകൊണ്ടേയിരുന്നു. 15ാം വയസ്സിൽ ഹൃദയം നിയന്ത്രണമില്ലാതെ മിടിക്കുന്ന രോഗം അദ്ദേഹത്തെ പിടിപെട്ടു. ഇനി കളിക്കാൻ കഴിയില്ലെന്ന് വിധി എഴുതിയ വിദഗ്ധർ. പക്ഷേ രോഗത്തിനൊന്നും പിടികൊടുക്കാതെ ഒരു ശസ്ത്രക്രിയയിലൂടെ അദ്ദേഹം കളിക്കളത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. 18ാം വയസ്സിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. താമസിയാതെ തന്നെ ഗെയിമിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി മാറി. പിന്നീട് തുടരെയുള്ള മത്സരങ്ങൾ
അപ്പോഴേക്കും കളിക്കളത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനിടയിൽ അച്ഛൻ്റെ മരണം. കടുത്ത മദ്യപാനത്തിൻ്റെ ഫലമായി അച്ഛൻ മരണമടഞ്ഞു. മരണകാരണമായ മദ്യപാനം അന്നേ പിന്തുടരില്ലെന്ന് അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. പിന്നീട് സ്വന്തം ചേട്ടനെ മദ്യപാനത്തിൽ നിന്ന് അകറ്റി നിർത്തിയതും റൊണാൾഡോ തന്നെയായിരുന്നു. മത്സരം വിജയിക്കുകയാണെങ്കിൽ ചേട്ടൻ മദ്യപാനം നിർത്താമെന്ന് വാഗ്ദാനം നൽകിയതിനാൽ അദ്ദേഹം ആ മത്സരം വിജയിക്കുകയും ചെയ്തു. മത്സരം വിജയിക്കുന്നതിനേക്കാൾ സന്തോഷം തൻ്റെ ചേട്ടന് കൊടുത്ത വാക്ക് പാലിച്ചതിലായിരുന്നു. മത്സരങ്ങളിലെ മികവ് പോലെ തന്നെ ഒരു മികച്ച വ്യക്തിയാകാനും അദ്ദേഹം പരിശ്രമിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ലിവർപൂളും തമ്മിലുള്ള മത്സരത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് റൊണാൾഡോ തൻ്റെ ഇരട്ടക്കുട്ടികളിലെ ഒരാൾ മരണമടഞ്ഞെന്ന വാർത്ത ആരാധകരെ അറിയിക്കുന്നത്. തൻ്റെ മകൻ്റെ വിയോഗത്താൽ ആ മത്സരത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനും സാധിച്ചില്ല. പക്ഷേ ആ മത്സരത്തിനിടയിൽ റൊണാൾഡോ ആരാധകരെ അമ്പരിപ്പിക്കുന്ന നിമിഷം തന്നെയായിരുന്നു ഗാലറിയിൽ അരങ്ങേറിയത്. റൊണാൾഡോയുടെ ജീവിതത്തിൽ 7 എന്ന അക്ഷരത്തിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ CR7 എന്ന വിശേഷണവും നൽകുന്നത്. മത്സരത്തിൻ്റെ 7-ാം മിനിറ്റിൽ ലിവർപൂൾ ആരാധകർ സ്റ്റേഡിയത്തെ നിശ്ചലമാക്കി എഴുന്നേറ്റ് നിന്ന് ലിവർപൂളിൻ്റെ ഗാനം ഇങ്ങനെ ആലപിച്ചു: റൊണാൾഡോ, യു വിൽ നെവർ വോക്ക് അലോൺ. ലിവർപൂൾ തൻ്റെ കളിക്കാരെ പ്രചോദനം നൽകാൻ വേണ്ടി പാടുന്ന ഗാനം അന്ന് ശത്രുവിൻ്റെ ടീമിന് വേണ്ടി ആലപിച്ചു. തൻ്റെ ശക്തനായ എതിരാളിയുടെ മനോവിഷമത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല. അന്ന് ലോകം കണ്ടത് ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളിലൊന്നായിരുന്നു. തൻ്റെ എതിരാളികൾ തന്നെ ആശ്വസിപ്പിക്കാനായി കൂടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. റൊണാൾഡോ എന്ന വ്യക്തിയുടെ വിജയമായിരുന്നു അത്. ഓരോ വിജയങ്ങളിലും അഹങ്കരിക്കാതെ നല്ല മനുഷ്യനായി വാർത്തെടുത്തതിൻ്റെ ഫലമാണത്. എതിരാളികൾ പോലും കൂടെയുണ്ടെന്ന വാക്കുകൾ. ഈ കഥയിലൂടെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഒരു വ്യക്തിക്ക് വിജയിക്കാൻ കുടുംബ പാരമ്പര്യമോ പണമോ പ്രശസ്തിയോ ഒന്നും തന്നെ വേണമെന്നില്ല. ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തി മാത്രമാണ് മുതൽക്കൂട്ടാകേണ്ടത്. തൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിലൂടെയും പണിതുയർത്തിയതാണ് ഈ വിജയങ്ങൾ. റൊണാൾഡോ എപ്പോഴും പറയുന്ന പോലെ, ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരനായാണ് ഞാൻ എന്നെ കാണുന്നത്. നിങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുള്ളതെല്ലാം നിങ്ങൾ ഒരിക്കലും നേടില്ല. സ്വന്തം ശരീരത്തെയും ഗെയിമിനെയും ഒരുപോലെ മെരുക്കിയെടുത്തയാൾ. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ഫിറ്റസ്റ്റ് അത്ലറ്റ് എന്ന വിശേഷണവും അദ്ദേഹത്തിന് ലഭിച്ചു. ദുശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പതിവായി രക്തദാനം ചെയ്ത് മാതൃകയാകാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇതെല്ലാം റൊണാൾഡോ എന്ന വ്യക്തിയുടെ മാത്രം വിജയങ്ങളാണ്. കടന്നുപോയ വഴികളും തന്നുപോയ സങ്കടങ്ങളും ഇറങ്ങിപ്പോയ സമയവും ഒക്കെ ഒരു വലിയ പാഠങ്ങളാണ് അദ്ദേഹത്തിന്. എങ്ങനെ ആവാമെന്നും എങ്ങനെയൊക്കെ ആവരുതെന്നും നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. ജീവിതമെന്നത് വിജയങ്ങൾ കീഴടക്കാനും ലോകം വെട്ടിപ്പിടിക്കാനും മാത്രമുള്ളതല്ല, മറിച്ച് നമുക്കുള്ളിലെ മനുഷ്യനെ എങ്ങനെ വാർത്തെടുക്കാം എന്നതുമാണ് പഠിക്കേണ്ടത്. ആരും ഒന്നും തികഞ്ഞവരല്ല, എന്നാൽ എല്ലാം തികഞ്ഞവരായി മാറാൻ പരിശ്രമിക്കാം.